അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്യൂട്ട് ടെഡി ബിയറാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ആദ്യം വേണ്ടത് വലിയ ബുഷാണ്. എന്നിട്ട് നമുക്ക് ആദ്യം ആ ബുഷ് നന്നായിട്ട് നീട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് കെട്ടാൻ പറ്റില്ല. ആ ബുഷ് ഒന്ന് ഫ്രീ ആക്കണം. അത് കഴിഞ്ഞ് നിങ്ങളാണെങ്കിൽ അതിൻ്റെ കാലൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ കാതൊക്കെ ഒന്ന് നല്ല കറക്റ്റാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ത്രെഡ് വേണം. ആ ത്രെഡ് വെച്ച് നല്ല വലിച്ച് കെട്ടണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ. അപ്പോൾ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് എല്ലാം ചെയ്യുക. അത് കഴിഞ്ഞ് നല്ല വലിച്ച് കൊടുക്കുക. മീൻസ് നമ്മുടെ കാത് നമുക്ക് കെട്ടാൻ പറ്റണം. ചില സമയം നമുക്ക് കെട്ടാൻ പറ്റണം. കണ്ടോ, ഇങ്ങനെ ഒരു ത്രെഡ് എടുക്കണം. നല്ല ഒരു ത്രെഡിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല, വലിയ കട്ടിയായിട്ട് കെട്ടാനും പാടില്ല കേട്ടോ. വലിയ നീളമുള്ള ത്രെഡാണെങ്കിൽ നല്ലത്. നിങ്ങൾ കട്ടി എത്ര വേണ്ട, പക്ഷെ നീളം വേണം. അങ്ങനെ രീതിയിലുള്ള ത്രെഡ് എടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഒരു കാത് ഇങ്ങനെ കെട്ടുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ വേറെ ഒരു കാതും ഈ ഒരു രീതി തന്നെ ത്രെഡ് എടുത്ത് വലിച്ച് കെട്ടെടുത്ത് കൊടുക്കുക. അത് കാണുമ്പോൾ മനസ്സിലാവല്ലോ. ആ കാതിൻ്റെ ആ ഭാഗം ചുറ്റി കെട്ടണം. എന്നിട്ട് ഒരു എൻഡിങ് പോയിൻ്റ് ആകുമ്പോൾ അതൊന്ന് വലിച്ച് കെട്ടിക്കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് കെട്ടിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. നിങ്ങൾക്കറിയാലോ, ഇത് നല്ല ക്യൂട്ടാണ്. നിങ്ങൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടെഡി ബിയറിൻ്റെ ആ ഒരു ഷേപ്പിലിരിക്കും, അടിപൊളിയാണ്. പക്ഷേ ഞാൻ ലാസ്റ്റ് പോയിന്റിൽ ഒരു സംഭവം നടന്നു. കാരണം ശരിക്കലും എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞ് റെഡ് ബുഷ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈറ്റ് ബുഷ് എടുത്തിട്ട് അതിൻ്റെ കൈ ത്രെഡ് വെച്ചൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഒട്ടിച്ചത്. നിങ്ങളുടെ കയ്യിൽ റെഡ് ബുഷ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഉണ്ടാക്കാം. ഇങ്ങനെ രണ്ട് കാത് നിങ്ങൾ കെട്ടിക്കൊടുക്കുക. നേരെ കൊടുക്കുന്ന പ്രോസസ്സാണ്. നന്നായിട്ടൊന്ന് വലിച്ച് കെട്ടിക്കൊടുക്കുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇപ്പം ആരും ചെയ്യുന്നില്ല, പക്ഷെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ആൾക്കാർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, എന്നാലേ നിങ്ങളുടെ വീഡിയോ നന്നായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ പഞ്ഞി വേണം. ഞാൻ കുറച്ച് ഏറെ പഞ്ഞി എടുക്കുന്നുണ്ട്. അതിൻ്റെ തലയുടെ ഭാഗത്തും അതിൻ്റെ കാലിൻ്റെ ഭാഗത്തുമാണ് നിങ്ങൾ വെക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ കുത്തി വയ്ക്കുക. ഇതുപോലെ തന്നെ എൻ്റെ കാതും ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ ഓക്കെ ആവും. ഓക്കെ, ഇങ്ങനെ കണ്ടാൽ രസമില്ലേ? ഇനി അതിൻ്റെ തലയുടെ ആ ഭാഗമാണ് ഇപ്പം ഞാൻ കെട്ടിയത്. അതിൻ്റെ തലയും അതുമായിട്ടൊന്ന് ഇടയ്ക്ക് അതിൻ്റെ തലയുടെ ആ ഭാഗം മാത്രം ഒന്ന് ത്രെഡ് വെച്ച് ഇച്ചിരി ടൈറ്റായിട്ട് കെട്ടുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. കെട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊന്ന് പറയുക. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ തുടങ്ങാം. അല്ലാതെ ക്രാഫ്റ്റ് മാത്രം ഇട്ടാൽ അത്ര രസമില്ലല്ലോ. പേപ്പർ ക്രാഫ്റ്റൊക്കെ അല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചുള്ള ക്രാഫ്റ്റൊന്നും അത്ര ഫുൾ ടൈം ചെയ്യാൻ അത്ര രസമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. കണ്ടോ, ഇങ്ങനെ
കാലിൻ്റെ ഭാഗവും ആ തലയുടെ ഭാഗവും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇനിയാണ് മെയിൻ ഭാഗം. ഞാനാണെങ്കിൽ ഇനി എൻ്റെ അടിയിലത്തെ ആ ഭാഗം കെട്ടാൻ പോകണം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ കെട്ടിക്കഴിഞ്ഞ് കാണിക്കാം. കാരണം എനിക്കത് കൺവീൻസ് അല്ല. കാരണം ക്യാമറയിൽ കാണിച്ച് ചെയ്തുകൊണ്ടിരുന്ന അത് എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാമറയിൽ അത് കാണിക്കാത്തത്. ഞാൻ കെട്ടിക്കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നന്നായിട്ടിങ്ങനെ കെട്ടുക. നമ്മുടെ കാത് കെട്ടിയതുപോലെ 2 കാലും കെട്ടിയെടുക്കുക. വലിച്ച് ഞാൻ കെട്ടുന്നുണ്ട്. നിങ്ങൾ ലൂസായിട്ട് കെട്ടിയാൽ അതത്ര സുഖമായിട്ട് തോന്നത്തില്ല. കാരണം അതിൻ്റെ രസം പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കാലെല്ലാം ഒന്ന് കെട്ടിയെടുക്കുമ്പോൾ ഒരു കാലാണ് ഞാൻ ഇപ്പോൾ കെട്ടിയത്. ഇനി മറ്റേ കാലും കൂടെ കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം. നല്ല അടിപൊളി കേട്ടോ. 2 കാലൊക്കെ കെട്ടിക്കഴിയുമ്പോൾ സൂപ്പറാണ്. ഇത്രയും രസമായിട്ടുള്ള ക്രാഫ്റ്റ് ഞാൻ കണ്ടില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ പറയണം, നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റാണോ ഇഷ്ടം, അതോ നമ്മുടെ ഈ കാർഡ്ബോർഡും പേപ്പറും ആയിട്ടുള്ള ക്രാഫ്റ്റാണോ ഇഷ്ടമെന്നൊന്ന് നിങ്ങൾ പറയണേ. എന്നാലേ അതോ നമ്മുടെ ഈ വേറെ എന്തെങ്കിലും ടൈപ്പ് വീഡിയോ ആണോ ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് പറയുക. എന്നാലേ എനിക്ക് ഏതിടണമെന്നൊരു അത് വരത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്നൊന്നും എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നാലേ എനിക്ക് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ക്രാഫ്റ്റ് എല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്നാണ്. പിന്നെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കട്ടെന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അപ്പം നന്നായിട്ട് കെട്ടി അത് ചെയ്ത് കഴിയുമ്പോൾ നല്ല അതായിരിക്കും, നല്ല സുഖമായിരിക്കും, നല്ല രസമായിരിക്കും. എനിക്കിഷ്ടമാണ് ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ. അതാണ് ഞാൻ ഇത് ഇന്നിടാമെന്ന് വെച്ച്. ഞാൻ ഇന്നലെ ഷോർട്സ് ഇട്ട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഏത് വീഡിയോ കാണാൻ ഇഷ്ടമെന്ന്. അപ്പം ആരും കമൻ്റ് ഇട്ടില്ല. അപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന്. കാരണം ആ വീഡിയോന് നമുക്ക് കമൻ്റ് ഇടാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഏതെങ്കിലും, അപ്പോൾ അതിൽ അടിയിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇച്ചിരി നേരം എടുക്കും ഇതെല്ലാം കെട്ടി വരുമ്പോൾ. ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും, ഇച്ചിരി വലുതായിരിക്കും. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇത് കണ്ടാൽ മതി. കാരണം നല്ല വലിയ വീഡിയോ ആണ്. ഞാൻ നേരത്തെ വന്നേ. സമയമില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ മതി. അപ്പം നന്നായിട്ട് കെട്ടിയൊക്കെ വരുമ്പോൾ ഇച്ചിരി നേരം എടുക്കും. നല്ല വലിച്ചു കെട്ടണം കേട്ടോ, എന്നാലേ നല്ല മുറുകി കിടക്കത്തുള്ളൂ. എന്നാലേ അതിന് കാണാനൊരു രസം വരത്തുള്ളൂ. അല്ലെങ്കിൽ അത് പകുതി വെച്ച് കാണാനൊരു രസം കാണത്തില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ നല്ല വലിച്ച് കെട്ടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതുപോലെ കെട്ടി വരിക. ഞാൻ മറ്റേ അടിയിട്ട കാല് ഒരെണ്ണം കെട്ടാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുപ്പിച്ചത്. നന്നായി സമ്മതിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടിക്കൊക്കെ കഴിഞ്ഞ് നല്ല രസമായിരിക്കും. പിന്നെ ഞാൻ ബാക്കിയെല്ലാം ഞാൻ ഒട്ടിച്ചത് നമ്മുടെ ഫെവിക്വിക്ക് വെച്ചാണ്. നിങ്ങൾ ത്രെഡ് വെച്ച് കണ്ണൊക്കെ കോർത്തെടുത്താലും കുഴപ്പമില്ല. കണ്ടോ, ഇങ്ങനെ ഇരിക്കും നമ്മുടെ കാലെല്ലാം കെട്ടിക്കഴിയുമ്പോൾ. അടിപൊളിയല്ലേ? ഇനി നമുക്ക് ആ കണ്ണൊക്കെ ഒന്ന് പിടിപ്പിക്കണം. അതാ പറഞ്ഞത്, ഞാൻ ഫെവിക്വിക്ക് വെച്ചാണ് കണ്ണൊക്കെ പിടിപ്പിച്ചത്. ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു മുത്താണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും വലിയ മുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കണ്ടോ, ഞാൻ ഫെവിക്വിക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ത്രെഡ് ഉണ്ടെങ്കിൽ ആ ത്രെഡ് വെച്ച് നിങ്ങൾ കണ്ണൊക്കെ കെട്ടി ഒന്ന് ചെയ്താൽ മതി. അതാ ഇച്ചിരി എളുപ്പം.
കണ്ട ഇങ്ങനെ കണ്ണെല്ലാം ഞാൻ കെട്ടിയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഗൈസ് ഇനി എൻ്റെ കൈ നമുക്ക് ഉണ്ടാക്കണം. ബോഡിയും അതുമൊക്കെ നല്ല അടിപൊളിയായി. ഇനി എൻ്റെ കയ്യിൽ ഇത് മാത്രമുള്ളതുകൊണ്ടാണ് കേട്ടോ ഉണ്ടായത്. നിങ്ങളുടെ കയ്യിൽ റെഡ് വേറെ ബുഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് കൈ ഉണ്ടാക്കാം. കാരണം എൻ്റെ കയ്യിൽ പിന്നെ റെഡ് ബുഷ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബുഷ് റെഡ് കയറും കൊണ്ട് കെട്ടി ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് കെട്ടണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ കൈ പിന്നെ അതിൻ്റെ കൈ പിന്നെ നിങ്ങളുടെ ഹോട്ട് ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ അത് ഓക്കെ. അത് നിങ്ങളുടെ പിന്നെ ടൈ ഉണ്ടാക്കേണ്ടത് ഏതെങ്കിലും ബ്ലാക്ക് നൂലുണ്ടെങ്കിൽ അത് ഒട്ടിച്ച് വെച്ചാൽ മതി. അല്ലാതെ തുന്നിക്കെട്ടുമൊന്നും വേണ്ട. തുന്നിക്കെട്ടുന്നപ്പോൾ വലിയ പരിപാടിയാണ്. അതുകൊണ്ട് തുന്നിക്കെട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇങ്ങനെ ഒട്ടിക്കണം. കണ്ട നമ്മുടെ പഞ്ഞൊക്കെ ഒട്ടിച്ചതായിരുന്നു, ആ ഒരു സ്ഥലത്ത് എൻ്റെ കൈയും കൂടെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടോയ് കിട്ടും. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ടോയ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം എന്തായാലും. ഒരു കീ ചെയിൻ പോലെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഞാൻ കീ ചെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അടിപൊളിയാണ്, സെറ്റ്. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. അപ്പോൾ അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് പറയണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സാധനം. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ വന്നാലും ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ. എന്നാണ് ഇത് കീ ചെയിനായിട്ട് എൻ്റെ ബാഗിലൊക്കെ ഞാൻ ഫിറ്റ് ചെയ്യും. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കീ ചെയിൻ തന്നെ ആക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം ഇതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തെറ്റാ.